വലിയ നേതാവെന്ന ഭാവമില്ല, താനാണ് നയിക്കുന്നതെന്ന ഭാവവുമില്ല, മേജറല്ല, ക്യാപ്റ്റനല്ല, ക്രെഡിറ്റിന് വേണ്ടിയുള്ള ശ്രമവുമില്ല. താങ്കളുടെ ഈ സ്വാത്വിക ശൈലി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അധ്യക്ഷൻ, പ്രസിഡന്റ് നയിക്കുന്ന ഒരു പാർട്ടിയാണ്. ആവശ്യ സമയത്ത് താങ്കൾ ആ പവർ ഉപയോഗിക്കുമോ? ആവശ്യഘട്ടത്തിൽ അതിന് സന്നദ്ധനായിരിക്കണം. അത് ഞാനും സന്നദ്ധനാണ്. പക്ഷേ അത്തരം ഘട്ടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു സമീപനം. ഞാനിപ്പോൾ 2 മാസമായുള്ളൂ KPCC പ്രസിഡന്റ് എന്ന ചുമതല നിർവഹിക്കുന്നത്. ആദ്യമേ തന്നെ ഞാനിത് ടീം വർക്കാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ്മാരെ കുറിച്ച് എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ്മാരായിരിക്കുമെന്ന് പറഞ്ഞു. നല്ലൊരു ടീമാണെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്, നല്ല സഹകരണമുണ്ട്. കോൺഗ്രസ് എന്ന് ബേസിക്കലി ഹൈലി ഡെമോക്രാറ്റിക്കാണ്. നല്ല ജനാധിപത്യം കോൺഗ്രസിൻ്റെ അകത്തുണ്ട്, സ്വാതന്ത്ര്യം കോൺഗ്രസിൻ്റെ അകത്ത് ആളുകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ട് അച്ചടക്കത്തിൻ്റെ വാള് ആരും തന്നെ ഓങ്ങാറില്ല. ഞാൻ തീരെ ഓങ്ങില്ല. ഓങ്ങണ്ട. പക്ഷേ ഏത് സ്വാതന്ത്ര്യത്തിനാണെങ്കിലും ഒരു പരിധിയില്ല. അത് വളരെ വ്യക്തമായിട്ട് ലിമിറ്റ് ഫോർ എവറിത്തിങ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ആവശ്യം വന്നാൽ അതിൻ്റെ അകത്ത് അച്ചടക്കത്തിൻ്റെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അത് ചുരുങ്ങിയ സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം തേടുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ എല്ലാവരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് പോലുള്ള പിന്നെ വിഷയങ്ങളിൽ സെൻറ്റർ കുറച്ചും കൂടെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. AICCക്കും കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്. കോൺഗ്രസിൻ്റെ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. KC വേണുഗോപാലും സെൻറ്ററിൽ വളരെയേറെ പ്രാമുഖ്യമുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം സഹായം നൽകുന്ന, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടീമിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. രമേശ് ചെന്നിത്തലയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത്, ഞാൻ പ്രസിഡന്റ് ആകുന്നതിന് പിന്തുണച്ചവരവരൊക്കെ. കോൺഗ്രസിൻ്റെ അകത്ത് ചെറിയ രൂപത്തിലെങ്കിലും അങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ ഈ ലീഡർഷിപ്പ് എല്ലാവരും തന്നെ ഏതാണ്ട് ഒറ്റക്കെട്ടായിട്ട് എൻ്റെ പേരിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതെനിക്ക് സഹായകരമായി. അതെനിക്ക് എന്നെ അറിയിച്ചുകൊണ്ട് തന്നെയാണ്. എൻ്റെ പേരാണ് ഞങ്ങൾ പറയുന്നതെന്ന് എന്നോട് ഇങ്ങോട്ട് പറയുകയും അതിന് സാധ്യതയുണ്ടെന്ന് ഞാൻ അധികം ശ്രമിക്കാതെ തന്നെ എൻ്റെ പേരിലേക്ക് എത്തുകയും ചെയ്ത വർഷങ്ങളുടെ ഒരു പരിചയമുണ്ട്. പിന്നെ സൗമ്യമായിട്ട് തന്നെ എല്ലാവരും സമീപിക്കുക. AKNA തന്നെയാണെങ്കിൽ ഞാൻ സ്റ്റുഡൻറ്റ് ലൈഫിൽ മുതൽ എനിക്ക് പരിചയമുണ്ട്. എന്നോട് ഒരു കാലത്ത് AKNA പറഞ്ഞിട്ടുണ്ട്, താൻ മലബാറിലെ കോൺഗ്രസിൻ്റെ നേതൃരംഗത്തേക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ നിലയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ ആത്മവിശ്വാസം തരുന്നതാണ്. എല്ലാവരും ഒരു ലക്ഷ്യബോധത്തിലുമാണ്. കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനം ശക്തമാക്കണം, തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കണം എന്നുള്ള